നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ വിനീത് ബിനു. ഞാൻ രാജേരി ഹോസ്പിറ്റലിൽ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജനാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ റോബോട്ടിക് സർജറിയെക്കുറിച്ചാണ്. ഓക്കെ, ഇതിന് ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, ഫസ്റ്റ്, എന്താണ് റോബോട്ടിക് സർജറി? രണ്ടാമത്, റോബോട്ടിക് സർജറി കുഞ്ഞുങ്ങളിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് സേഫ് ആണോ? മൂന്നാമത്തെ ചോദ്യം, ഇത് എന്തൊക്കെ സർജറികൾ റോബോട്ടിക് സർജറി വഴി കുട്ടികളിൽ ചെയ്യാൻ പറ്റും? ആദ്യത്തെ ചോദ്യത്തിന് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ഈ റോബോട്ടിക് സർജറി എന്താണ്? അപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് വന്ന് തിയേറ്ററിൽ കിടന്ന് അതിനെ ഒരു റോബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതൊരു തെറ്റായ ധാരണയാണ്. ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റുട്ടീനായിട്ട് ഇപ്പോൾ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത് താക്കോൽ ദ്വാരം വഴി ഓപ്പറേഷൻ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി. അതിൻ്റെ ഒരു അഡ്വാൻസ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പം മെയിനായിട്ട് അതിൽ താക്കോൽ ദ്വാരമായിട്ട് എന്താണ് ഇതിന് വ്യത്യാസം? അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്, ഫസ്റ്റ്, നമ്മൾ റോബോട്ടിക് അസിസ്റ്റഡ് സർജറി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് വിഷൻ, അത് ഒരു 10 times മാഗ്നിഫിക്കേഷനും അതിൻ്റെ വിഷൻ 3Dയും. 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ താക്കോൽ ദ്വാരം വഴി ചെയ്യുമ്പോൾ നമ്മൾ ഒരു TV കാണുന്ന മാതിരിയാണ്. ദാറ്റ് ഈസ് നമുക്ക് പുറയിൽ നിൽക്കുന്നത് കാണാൻ പറ്റില്ല, ഒരു 2 dimension മാത്രമേ കാണാൻ പറ്റൂ. വേറെ നമ്മൾ റോബോട്ടിക് സർജറി അത് 3D വിഷനാണ്. അപ്പോൾ വിച്ച് മീൻസ് വിഷൻ കുറച്ച് ക്ലിയറാണ്, കുറച്ചൊരു ബെറ്ററാണ്. മൂന്നാമത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് എസ്പെഷ്യലി കുട്ടികളിൽ നമ്മുടെ വയറിൻ്റെ അകത്തും നെഞ്ചത്താണ് ഈ കോമൺലി ആയിട്ട് ഈ റോബോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ. അപ്പോൾ ആ സമയത്ത് സ്പേസ് കുറവായതുകൊണ്ട് ചെറിയ സ്പേസുകളിൽ ബെറ്റർ വിഷൻ കൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ട്രഡീഷണൽ ആയിട്ടുള്ള ലാപ്രോസ്കോപ്പി ആയിട്ട് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സിന് 2-3 ആക്സസിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നമ്മുടെ റോബോട്ടിക് സർജറിയിൽ അത് മൾട്ടിപ്പിൾ ആക്സസ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അതിൻ്റെ അറ്റം, ടിപ്പ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് 360 ഡിഗ്രിയിൽ മൂവ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ഡിസെക്ഷൻ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം. സെക്കൻഡ് ചോദ്യം, കുട്ടികളിൽ റോബോട്ടിക് സർജറി ചെയ്യാൻ പറ്റുമോ? കുട്ടികൾ 2001 ഫസ്റ്റ് റോബോട്ടിക് സർജറി ചെയ്തത്. വിച്ച് മീൻസ് 20 വർഷം മുമ്പ്. ആ 20 വർഷത്തിൽ ആയിരക്കണക്കിന് റോബോട്ടിക് സർജറി കുട്ടികളിൽ ചെയ്തു വരുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ട്, കേരളത്തിൽ അധികമില്ല. കേരളത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2017 ഫസ്റ്റ് ഒരു സർജറി കഴിഞ്ഞിട്ട് അമൃതയിൽ കഴിഞ്ഞ് പിന്നെ അത് നിർത്തി വെക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ രാജേരിയിൽ ഒരു ലാസ്റ്റ് 1 year ആയിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചെറിയ സമയം കൊണ്ട് കുറേ മാക്സിമം പേഷ്യൻസിന് ബെനിഫിറ്റോടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. വിച്ച് മീൻസ് പീഡിയാട്രിക് സർജറിയിൽ ഈ റോബോട്ടിക് സർജറി സേഫാണ്. ഇതിൻ്റെ അകത്ത് ചോദ്യം വരുന്നത്, എല്ലാ സർജറിയും ഇത് റോബോട്ടിക് ഇല്ല. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേഷനുണ്ട്. ചില കണ്ടീഷനിൽ ലൈക്ക് കോമൺ ആയിട്ട് നമ്മൾ കുട്ടികളിൽ നമ്മൾ റോബോട്ടിക് സർജറി യൂസ് ചെയ്യുന്നത് വയറിൻ്റെ അകത്ത് കിഡ്നിയിലുള്ള പ്രോബ്ലംസ്, ദാറ്റ് ഈസ് വൃക്കയും മൂത്രസഞ്ചിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്യൂബിൽ ഒരു തടസ്സം, അതാണ് കോമണസ്റ്റ് ആയിട്ട് റോബോട്ടിക് സർജറി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സർജറി. അതുകൂടാതെ കിഡ്നിയിൽ പല സർജറീസും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന സർജറി. വേറെ കോമൺ ആയിട്ട് കാണുന്ന സർജറി ഈസ് നമ്മുടെ ആമാശയത്തിൽ നിന്ന് അന്നനാളത്തേക്ക് ഭക്ഷണം തിരിച്ചു പോവുക. അതിന് പറയുക ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ്. അതിനും നമുക്ക് റോബോട്ടിക് അസിസ്റ്റഡ് കൊണ്ട് നമുക്ക് ഫണ്ടോപ്ലൈക്കേഷൻ, ദാറ്റ് ഈസ് ആ ജംഗ്ഷൻ ടൈറ്റൻ ചെയ്യാൻ സഹായിക്കും. മൂന്നാമതായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻ ഈസ് നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെ ഞരമ്പുകൾ ഇല്ലാത്ത അസുഖം. അതിന് നമുക്ക് റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ട് മലദ്വാരം ഞരമ്പുകളുള്ള കുടൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യാനായിട്ട് അത് ഇതുകൊണ്ട് നമ്മളെ സഹായിക്കും. പിന്നെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ചില കണ്ടീഷനിൽ മലദ്വാരം ഇല്ലാത്ത കുട്ടികൾ, അവർക്ക് മലദ്വാരം ഉണ്ടാക്കാനും കുടൽ താഴെ കൊണ്ടുപോയി വെക്കാനും ഈ റോബോട്ടിക് അസിസ്റ്റഡ് സർജറി കോമൺലി യൂസ് ചെയ്യാറുണ്ട്. പല കണ്ടീഷനിലും ഇത് എത്ര കോംപ്ലിക്കേറ്റഡ് സർജറി ആവുന്നോ അത്രയും ഈ റോബോട്ടിക് താക്കോൽ ദ്വാരം വഴി താക്കോൽ ദ്വാരം വഴി ചെയ്യാൻ ഡിഫിക്കൽട്ട് ആവുന്ന സർജറീസ് എല്ലാം ഈ റോബോട്ടിക് അസിസ്റ്റന്റ് കൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഈ റോബോട്ടിക് സർജറിയുടെ മെയിൻ അഡ്വാൻറ്റേജസ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ റോബോട്ടിക് സർജറി എല്ലാ പേഷ്യൻസിനും
റോബോട്ടിക് സർജറി തന്നെയാണോ വേണ്ടത്? അല്ല. അത് ഓരോ പേഷ്യൻറ്റിനും കണ്ടീഷനും കുഞ്ഞിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. വളരെ ചെറിയ പിള്ളേരിൽ ഈ റോബോട്ടിക് സർജറി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു റീസണബിൾ സൈസ്, ഒരു 6 കിലോ തൊട്ട് അതിന് മുകളിലുള്ള എല്ലാ പേഷ്യൻസിനും യൂഷ്വലി ഈ താക്കോൽ ദ്വാരം വഴി, ഈ റോബോട്ടിക് അസിസ്റ്റഡ് താക്കോൽ ദ്വാരം വഴി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. റോബോട്ടിക് സർജറി ഇപ്പോൾ ആക്സെപ്റ്റൻസ് സ്ലോലി വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഈ എപ്പിസോഡിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് ഈസ് നിങ്ങൾ അവെയർ ആക്കുക. ഇങ്ങനെ റോബോട്ടിക് സർജറി നമ്മുടെ നാട്ടിലുണ്ട്, അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഫ്യൂച്ചറിൽ അതായിരിക്കും കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നത്.